നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മൊരിഞ്ഞ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്ന് തലേദിവസം വെള്ളത്തിൽ നല്ലപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ ജാറിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ ജീരകം ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് നിങ്ങളുടെ അളവനുസരിച്ച് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഇത് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണ് റവയും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതിയാവും. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഇനി കൈയൊന്ന് മുക്കിയതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതിലേക്ക് വിരൽ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കൈ എപ്പോഴും ഓരോന്ന് ചെയ്തെടുക്കുമ്പോഴും നനച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ തവണ നമ്മൾ മാവ് എടുക്കുമ്പോഴും വെള്ളം നനച്ചതിന് ശേഷമായിരിക്കണം എടുക്കാനായിട്ട്. ഇനി ഇത് നല്ലപോലെ ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.